ഹായ്, ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മലയാള സിനിമകളുടെ കളക്ഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്ന് മോളിവുഡ് ടൈംസ്, മറ്റൊന്ന് ദൃശ്യം 3. ദൃശ്യം 3 എന്ന സിനിമ 4-ാമത്തെ ആഴ്ചയിലാണ് ഇപ്പോൾ. മോളിവുഡ് ടൈംസ് അതിന്റെ 2-ാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്നു. നസ്രീൻ നായകനായ മോളിവുഡ് ടൈംസ് ഈ സിനിമയെക്കുറിച്ച് എല്ലാ റിവ്യൂവേഴ്സും മികച്ച സിനിമയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആണ് വന്നത്. പക്ഷേ സിനിമയെക്കുറിച്ച് അറിയാവുന്ന റിവ്യൂവേഴ്സ് അവരുടെ സിനിമ കാണുന്ന രീതി, ആസ്വാദന നിലവാരം അത് വേറെ രീതിയിലാണ്. ഒരുപക്ഷെ അവർ നല്ലതാണ് എന്ന് പറയുന്ന സിനിമകൾ പലപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാവണം എന്നില്ല. അവർ മോശമാണ് എന്ന് പറയുന്ന പല സിനിമകളും പല ആൾക്കാർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അത്തരത്തിൽപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് മോളിവുഡ് ടൈംസ്. മോളിവുഡ് ടൈംസ് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒത്തിരിയേറെ റിവ്യൂവേഴ്സ് പോസിറ്റീവ് പറഞ്ഞിട്ടും സിനിമയ്ക്ക് കാര്യമായിട്ടുള്ള കളക്ഷൻ കയറുന്നില്ല എന്നുള്ളത് എടുത്തു പറയുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എല്ലാവർക്കും സിനിമ ദഹിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സിനിമയുടെ ഇന്നലെ വരെയുള്ള കളക്ഷൻ ഇന്ത്യയിൽ നിന്ന് മാത്രം 7,95 ലക്ഷം രൂപ, ഓവർസീസിൽ നിന്ന് 6,75 ലക്ഷം രൂപ, ടോട്ടൽ 14,70 ലക്ഷം രൂപയാണ് മോളിവുഡ് ടൈംസ് ഇതുവരെ നേടിയിരിക്കുന്നത്. സിനിമയുടെ ബഡ്ജറ്റ് 20 കോടിക്ക് അടുത്താണ്. എന്തായാലും തിയേറ്റർ കളക്ഷനിലൂടെ, അതായത് തിയേറ്റർ ഷെയറിലൂടെ സിനിമ ലാഭമാവില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. ഒരുപക്ഷെ പല ബിസിനസ്സിലൂടെയും സിനിമ നേട്ടമുണ്ടാക്കി എന്ന് വരും, അതിലൂടെ ലാഭം ഉണ്ടാക്കിയെന്നും വരും. പക്ഷെ തിയേറ്റർ കളക്ഷനിലൂടെ സിനിമ വിജയമാവില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇതുവരെ സിനിമ നേടിയ കളക്ഷൻ 14,70 ലക്ഷം രൂപ. ലാലേട്ടന്റെ ദൃശ്യം 3 സിനിമ 4-ാമത്തെ ആഴ്ചയിലാണ്. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ പണം വാരിപ്പടങ്ങളിൽ ഒന്നാണ് ദൃശ്യം 3. അതുപോലെ തന്നെ മലയാള സിനിമയിലെ ഏറ്റവും ലാഭം നേടിയ സിനിമയും ദൃശ്യം 3 ആണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതുവരെ ഷെയർ ഇനത്തിൽ മാത്രം 100 കോടിക്ക് മുകളിൽ നേട്ടമുണ്ടാക്കിയ സിനിമയാണ് ദൃശ്യം 3. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ പണം വാരിപ്പടങ്ങളുടെ കൂട്ടത്തിൽ 4-ാം സ്ഥാനത്താണ് ഇപ്പോൾ ദൃശ്യം 3 വന്നു നിൽക്കുന്നത്. ഇനി ദൃശ്യം 3ക്ക് മുന്നിലുള്ള സിനിമകൾ മഞ്ഞുമൽ ബോയ്സ്, എമ്പുരാൻ, ലോക, ഈ 3 സിനിമകൾ മാത്രമാണ്. മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷൻ 241 കോടിയാണ്. ദൃശ്യം 3 ഇന്നലെ വരെ നേടിയ കളക്ഷൻ ഇന്ത്യയിൽ നിന്നും 124,94 ലക്ഷം രൂപ, ഓവർസീസിൽ നിന്ന് 111,65 ലക്ഷം രൂപ, ടോട്ടൽ 236,59 ലക്ഷം രൂപ. ഇനി 4.5 കോടി, അതായത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെ മറികടക്കാൻ 4.5 കോടിയാണ് ദൃശ്യം 3ക്ക് ആവശ്യം. തീർച്ചയായും അത് നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. നാളെയും മറ്റന്നാളും സിനിമയ്ക്ക് ഭേദപ്പെട്ട കളക്ഷൻ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്തായാലും അടുത്ത ആഴ്ചയോടുകൂടി സിനിമ ആ നേട്ടവും സ്വന്തമാക്കും എന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മോഹൻലാലിന്റെ 3-ാമത്തെ 200 കോടി ചിത്രമാണ് ദൃശ്യം 3. ഇനിയും മോഹൻലാലിന്റെ ഒരു സിനിമ കൂടി, അതായത് മോഹൻലാൽ നായകനാവുന്ന ഒരു സിനിമ കൂടി ഈ വർഷം ഇറങ്ങാനുണ്ട്. അതും ഈ ഒരു നേട്ടം സ്വന്തമാക്കട്ടെ എന്നാഗ്രഹിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.